മൊത്തത്തിൽ നാറിക്കഴിഞ്ഞപ്പോൾ അടിരൂപതയിൽ അടിനിർത്തൽ പ്രഖ്യാപനം. എറണാകുളം അങ്കമാലി അടിരൂപതയിൽ നേതൃത്വം ഏതാണ്ട് മുട്ടുമടക്കിയതോടെ സമവായ ചർച്ചകൾ ആരംഭിച്ചു. രണ്ടാഴ്ച മുമ്പ് അടിരൂപത നേതൃത്വത്തെ എതിർക്കുന്ന വൈദികരെ പോലീസിനെ വെച്ച് അടിച്ചിറക്കി വിടുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ പ്രവർത്തനങ്ങൾ പരാജയപ്പെടുക മാത്രമല്ല, സഭാ നേതൃത്വം കൂടുതൽ നാറി എന്ന അവസ്ഥ വന്നപ്പോഴാണ് തലയുരുവാൻ, പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാകാതെ അവസാനിപ്പിക്കുവാൻ തലശ്ശേരി രൂപതാധ്യക്ഷൻ ജോസഫ് പാംപ്ലാനിക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ചുമതല നൽകിയത്. എറണാകുളം അങ്കമാലി അടിരൂപതയിലെ പ്രശ്നം സംസ്ഥാനത്തെ വലിയ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂവായി മാറുകയും അങ്ങനെ ആർക്കും വന്ന് ഒരു വട്ടമേശ സമ്മേളനം നടത്തി ഇത് പരിഹരിക്കുവാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയാണ് എറണാകുളം ജില്ലാ കളക്ടർ NSK ഉമേഷ് രൂപതയിലെ അൽമായ നേതൃത്വവുമായി നടത്തിയ ചർച്ചകൾ കൂടാതെ അൽമായ നേതൃത്വവും സഭാ നേതൃത്വവുമായുള്ള ചർച്ചകളും സമാന്തരമായി നടത്തുവാൻ പ്രോത്സാഹിപ്പിച്ചത്. പ്രതിഷേധം നടത്തിയിരുന്ന വിശ്വാസികളും വൈദികരും പാംപ്ലാനിയുടെ നിയമനത്തെ സ്വാഗതം ചെയ്തിരുന്നു. ഇത് മനസ്സിലാക്കിയാണ് കളക്ടർ പാംപ്ലാനിയുടെ നേതൃത്വത്തിലുള്ള സമവായ ചർച്ചകളെ പ്രോത്സാഹിപ്പിച്ചത്. വിശ്വാസികളുമായി സമവായ ചർച്ചയ്ക്ക് സഭാ നേതൃത്വം തയ്യാറായി എന്നത് തന്നെ സഭാ നേതൃത്വത്തിൻ്റെ അഹന്ത അവസാനിച്ചു തുടങ്ങി എന്നതിൻ്റെ അടയാളമായി നമുക്ക് കണക്കാക്കാം. പാംപ്ലാനിയുടെ നേതൃത്വത്തിലുള്ള രണ്ടാം ഘട്ട ചർച്ചയാണ് ഇന്ന് നടന്നത്. സമവായ ചർച്ചകളുടെ പ്രാരംഭ നടപടിയായി ബിഷപ്പ് ഹൗസിന് മുൻപിലുള്ള പോലീസിനെ പിൻവലിക്കുക, അജപാലനത്തിന് എന്തിനാണ് പോലീസിന്റെ എസ്കോട്ട് എന്ന വിശ്വാസികളുടെ ആദ്യ ആവശ്യം അംഗീകരിച്ച് പോലീസിനെ പിൻവലിച്ചു. വിശ്വാസികളുടെ രണ്ടാമത്തെ ആവശ്യം സഭ വിശ്വാസികളുടേതാണ്. അതുകൊണ്ട് തന്നെ സഭാ നേതൃത്വം ചർച്ചകൾ നടത്തേണ്ടുന്നത് വിശ്വാസികളോടാണ്. ബിഷപ്പന്മാരും പുരോഹിതന്മാരും വട്ടമേശ സമ്മേളനം നടത്തി പിരിയാതെ വിശ്വാസികളുടെ വികാരം മനസ്സിലാക്കുവാൻ പരസ്പരം തുറന്ന ചർച്ചകൾ ആവശ്യമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിരൂപതയെ 4 സോണുകളാക്കി തിരിച്ച് വിശ്വാസികളുമായി ചർച്ച നടത്താം എന്ന് പാംപ്ലാനി സന്നദ്ധ അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പക്ഷേ 4 സോണുകളാക്കി വിശ്വാസികളെ 4 ഗ്രൂപ്പുകളാക്കി തമ്മിലടിപ്പിക്കാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇതാണ് ഇവന്മാരുടെ സ്ഥിരം മാനേജ്മെൻറ്റ് ശൈലി, ഡിവൈഡ് ആൻഡ് റൂൾ. അതുപോലെ നിലവിൽ സഭാഭരണ സംവിധാനങ്ങളിൽ ഉള്ള ക്രിമിനൽ കേസുകളിലെ പ്രതികളെയും കള്ളന്മാരെയും ഒഴിവാക്കുക, ആലഞ്ചേരിയുടെ ബിനാമികളായ റബ്ബർ സ്റ്റാമ്പുകളെ ഒഴിവാക്കുക എന്നതാണ് വിശ്വാസികളുടെ ഏറ്റവും പരമപ്രധാനമായ ആവശ്യം. അത് മാറ്റാതെ യാതൊരു കാരണവശാലും അവർ അടങ്ങുകയില്ല. അതിന് പാംപ്ലാനിക്ക് സാധിക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. ഇതിനെല്ലാം ശേഷമായിരിക്കും എങ്ങോട്ട് നിന്ന് കുർബാന കളിക്കണം എന്ന വിഷയം തമ്മിൽ ചർച്ചയാവുക. എറണാകുളം അങ്കമാലി അടിരൂപതയിലെ പ്രശ്നം മധ്യസ്ഥന്മാരെ ഏൽപ്പിച്ച് തട്ടിക്കളിക്കാതെ റാഫേൽ തട്ടിൽ നേരിട്ട് വന്ന് ചർച്ചയിൽ പങ്കാളിയാകണം എന്നും അൽമായ നേതൃത്വം പാംപ്ലാനിയോട് ആവശ്യപ്പെടുന്നു. പ്രകാരം അൽമായ മുന്നേറ്റം മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ പരിഗണിക്കാമെന്ന് ജോസഫ് പാംപ്ലാനി ഉറപ്പു നൽകുന്ന ചർച്ചയ്ക്ക് ശേഷം വൈദികർ പറഞ്ഞു. ഇന്നലെ നടത്താനിരുന്ന സമവായ ചർച്ച ഇന്നത്തേക്ക് മാറ്റിവെച്ചിരുന്നു. എറണാകുളം ബിഷപ്പ് ഹൗസിലാണ് പ്രതിഷേധം ഉയർത്തിയ 21 വൈദികരുമായി ജോസഫ് പാംപ്ലാനി ചർച്ച നടത്തിയത്. വല്ലതും നടക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരു സമവായം ഉണ്ടാക്കി വിശ്വാസികളുടെ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ഇത്രയും പോലീസ് സന്നാഹം ഉണ്ടായിരുന്നിട്ടും വിശ്വാസികൾ ഗേറ്റ് പൊളിച്ച് കഷ്ണങ്ങളാക്കി ദൂരെ എറിഞ്ഞു. അടുത്തത് അവർ ബിഷപ്പ് ഹൗസിൽ കയറും, യാതൊരു സംശയവുമില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.